കുംഭമേളയെയും മുണ്ടക്കയെയും പിടിച്ചുകുലുക്കിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്ന് 8 ദിവസം. കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തത്തിൽ ഓരോ ദിവസവും ഉയരുന്ന മരണസംഖ്യയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. ഒരാഴ്ച പിന്നിടുമ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം നിർത്തുന്നതോടെ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 20 ദിവസത്തിനകം ക്ലാസുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തവർക്കും ഈ റിപ്പോർട്ട് പുറത്തുവന്നാൽ ഭീഷണിയുണ്ടെന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ. ആരോപണ വിധേയരുടെ ഭാഗം കമ്മിറ്റിയടക്കം ആരും കേട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചുവെന്ന് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെടുന്നവർ ഇതുവരെ അന്വേഷിച്ചിട്ടില്ലെന്നും ഹർജിക്കാരനായ നിർമ്മാതാവ് സജിമോൻ പാറയിൽ. 2020 ഒക്ടോബറിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയതാണ്. സ്വകാര്യതയെ ബാധിക്കുന്നവ ഒഴിവാക്കണമെന്ന് വിവരാവകാശ നിയമത്തിലുണ്ട്. ആരോപണ വിധേയരുടെ ഭാഗം കമ്മീഷനോ മറ്റാരുമോ കേട്ടില്ലെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. തലസ്ഥാനത്തെ 2 റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറുന്നു. നേമം, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചു. നേമം ഇനി തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്നുമാണ് ഇനി അറിയപ്പെടുക. പേരുമാറ്റത്തിലൂടെ സ്റ്റേഷനുകളുടെ മുഖച്ഛായ തന്നെ മാറ്റാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം പരമാവധിയായതോടെയാണ് സമീപ സ്റ്റേഷനുകളുടെ വികസനത്തിന് പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് പേരുമാറ്റവും. കുംഡ കടലിൽ കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതാകാൻ സാധ്യത കുറവെന്ന് കർണാടക പോലീസ്. കടലിൽ മൃതദേഹം കണ്ടെന്ന മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരം മാത്രമേ ഉള്ളൂവെന്നും ഇതുവരെ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു. തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് കുംഡ CI മൃതദേഹം 3 ദിവസം മുമ്പ് കാണാതായ മത്സ്യത്തൊഴിലാളികളുടേതാകാമെന്നും പറഞ്ഞു. ഗോകർണ ജില്ലയിൽ കുംഡ തീരത്തോട് ചേർന്ന് അഗാനാശിനി പുഴ കടലുമായി ചേരുന്ന അഴിമുഖം അഗനാശിനി ബാടയോട് ചേർന്നാണ് അവസാനമായി മൃതദേഹം കണ്ടത്. ഈ സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ഫയർഫോഴ്സും അടക്കമുള്ളവരാണ് തെരച്ചിൽ നടത്തുന്നത്. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ ഉപയോക്താക്കളിൽ നിന്നും 6 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ല. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇത് സംബന്ധിച്ച് KCBക്ക് നിർദ്ദേശം നൽകിയത്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന KCBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ, KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകൾ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് 6 മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് നിർദ്ദേശം. ആഭ്യന്തര കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ ബംഗ്ലാദേശ് പാർലമെന്റ് പിരിച്ചുവിട്ടു. ബംഗ്ലാദേശ് രാഷ്ട്രപതി മുഹമ്മദ് ഷഹാബുദ്ദീനാണ് പ്രഖ്യാപനം നടത്തിയത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭകർ അന്ത്യശാസനം നൽകിയിരുന്നു. പാർലമെന്റ് പിരിച്ചുവിട്ടതോടെ ഇടക്കാല സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാവുകയാണ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെ രാജിവെച്ച് രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അടുത്ത നീക്കത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്ന് റിപ്പോർട്ട്. ഹസീന UK-യിൽ രാഷ്ട്രീയ അഭയം തേടുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ അവർക്ക് അഭയം നൽകാൻ UK തയ്യാറല്ല എന്നാണ് സൂചന. എവിടെ രാഷ്ട്രീയ അഭയം തേടണമെന്ന കാര്യം തീരുമാനിക്കുന്നിടം വരെ സുരക്ഷാ കാരണങ്ങൾ മാത്രം മുൻനിർത്തിയാണ് ഘാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ തുടരുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അഭയം തേടാനുള്ള സാധ്യതയും ഹസീന പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. സ്പാനിഷ് സൂപ്പർ ക്ലബായ റയൽ മാഡ്രിഡിന്റെ പ്രധാന പെനാൽറ്റി ടേക്കർ ബ്രസീൽ താരം വിനീഷ്യസ് ജൂനിയർ ആയിരിക്കുമെന്ന് റിപ്പോർട്ട്. PSG-യിൽ നിന്നും റയലിലേക്ക് എത്തിയ ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയെ മറികടന്നാണ് വിനിയെ തന്നെ പെനാൽറ്റി എടുക്കാൻ റയൽ ഏൽപ്പിക്കുന്നത്. പ്രതീക്ഷയ്ക്ക് ആവേശമേകി നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനായ നീരജ് ചോപ്ര ഫൈനലിൽ പ്രവേശിച്ചു. 89.34 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് നീരജ് ഫൈനലിലേക്ക് എത്തിയത്. ഗ്രൂപ്പ് B-യിലായിരുന്നു ചോപ്ര മത്സരിച്ചത്. അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പ് ലെവലിൽ താരത്തിന്റെ ഏറ്റവും മികച്ച ദൂരമാണിത്. ആദ്യ ശ്രമത്തിൽ തന്നെ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയായിരുന്നു.